ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷിബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഒരു വഴുവഴുപ്പും ഒരു പശപശപ്പും ഉള്ളതുകൊണ്ട് അധികം ആരും ഇത് കഴിക്കാൻ തീരെ ഇഷ്ടപ്പെടാറില്ല. ഇന്ന് നമുക്ക് ഈ വെണ്ടയ്ക്ക ഉപയോഗിച്ച് ഒട്ടും വഴുവഴുപ്പില്ലാതെയും വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ വളരെ എളുപ്പമാർന്ന വെണ്ടയ്ക്ക വേണം എടുക്കാൻ. വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം തുടച്ചെടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. വളരെ കനം കുറച്ച് ഇതുപോലെ കനം കുറച്ച് വേണം വെണ്ടയ്ക്ക ഈ തോരനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ പശപശപ്പ് മുഴുവനും നമുക്ക് മാറ്റിയെടുത്തിട്ട് വേണം തോരൻ തയ്യാറാക്കാൻ. ഇനി നമുക്ക് കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വഴുവഴുപ്പ് മാറുന്നതിന് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വലിയൊരു സവാളയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയെ നമുക്കൊന്ന് പകുതി വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളക് ചേർത്തുന്നുണ്ട്. തീരെ അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു 3 പച്ചമുളകാണ് ഞാനിവിടെ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇത് വഴന്ന് വരുമ്പോൾ ആണ് നമ്മൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക വളരെ എളുപ്പമായ വെണ്ടയ്ക്ക വേണം നമ്മൾ എടുക്കാൻ. മാത്രമല്ല അത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒപ്പിക്കളഞ്ഞിട്ട് വേണം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ. ഇനി വെണ്ടയ്ക്ക നമുക്ക് കടായിലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഫ്ലെയിം നമ്മളൊന്ന് കൂട്ടി വയ്ക്കണം. അതായത് ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയ്ക്ക് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട. മാത്രമല്ല അത് മൂടി വെച്ചും നമ്മൾ വേവിക്കാൻ പാടില്ല. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം ഈ തോരൻ തയ്യാറാക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെണ്ടയ്ക്കയുടെ ആ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ് ഏകദേശം ഒരു 1/4 ഭാഗമായിട്ട് വരും. ഫ്രൈ ആയിട്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയെല്ലാം ഇതുപോലെ തയ്യാറാക്കിയ കുട്ടികളും എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അതിൻ്റെ വഴുവഴുപ്പാണ് നമുക്ക് വെണ്ടയ്ക്ക കഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒരുവിധം വെന്തിട്ടുമുണ്ട്, അതേസമയം അത് ഒരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വലിപ്പമെല്ലാം കുറഞ്ഞൊന്ന് ചെറിയ ക്വാണ്ടിറ്റിയും കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് നടുവിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ആ വെണ്ടയ്ക്കയുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും എല്ലാ പൊടികളുടെ പച്ചമണം എല്ലാം മാറി അത് വെണ്ടയ്ക്കയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചെരുവിയതും കൂടെ ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്ക തോരനാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ തേങ്ങയുടെ വെള്ളമെല്ലാം തേങ്ങയിലുള്ള ആ ജലാംശം എല്ലാം ഒന്ന് വറ്റി പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് മീഡിയത്തിൽ നിന്നും താഴോട്ട് ഫ്ലെയിം മാറ്റി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നും നമുക്ക് അറിയത്തേ ഇല്ല. മാത്രമല്ല നല്ല വെണ്ടയ്ക്കയുടെ ചെറിയ പീസസ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇപ്പോൾ വെണ്ടയ്ക്ക തമ്മിൽ ഒട്ടാതെ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയ ഇതുപോലത്തെ നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം താങ്ക് യു ഫോർ വാച്ചിങ്.